അടുത്തതായി നമ്മുടെ വിശിഷ്ട അതിഥിയും മുഖ്യ പ്രഭാഷകനുമായ ഡോക്ടർ ടി പി ശശികുമാർ സാറിനോട് നമ്മളെ അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ ടി പി ശശികുമാർ സാറിനെ പൂച്ചെണ്ട് നൽകി പൊന്നാട അണിയിച്ചു നമ്മുടെ NWയുടെ ആദരവ് നൽകുവാനായി ജനറൽ സെക്രട്ടറി ശ്രീ മധു ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീ ഓം മോഹനചന്ദ്രൻ എന്നിവരോട് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ ടി പി ശശികുമാർ MSc, MPhil, PhD, LLB, MBA, MS എന്നീ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ അദ്ദേഹം ഇപ്പോൾ ശിക്ഷ ട്രസ്റ്റ് ചെയർമാനായി സേവനം അനുഷ്ഠിക്കുന്നു. സ്പേസ് സയൻറ്റിസ്റ്റ്, ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് തോട്ട് ലീഡർ, ലൈഫ് സോഫ്റ്റ്, സ്കിൽ ട്രെയിനർ, മോട്ടിവേഷണൽ സ്പീക്കർ, എഡ്യൂക്കേഷണലിസ്റ്റ്, റൈറ്റർ, ഫിസിയോതെറപ്പിസ്റ്റ്, സ്പിരിച്വൽ ഡയറക്ടർ, മെഡിറ്റേഷൻ മാസ്റ്റർ എന്നീ മേഖലകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം എടുത്തു പറയേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകൾ: എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ നാരായൺ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി; പ്രൊഫസർ ആൻഡ് HOD ഓഫ് അറോറാസ് എഞ്ചിനീയറിംഗ് കോളേജ്, ഹൈദരാബാദ്; കൺസൾട്ടന്റ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ശോഭ ഡെവലപ്പേഴ്സ്; സയൻറ്റിസ്റ്റ്, SAC ISRO, അഹമ്മദാബാദ്; ഡെപ്യൂട്ടി ഡയറക്ടർ DG സെക്യൂരിറ്റി, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ; ഡയറക്ടർ ഓഫ് UGC ASC, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി; സയൻറ്റിസ്റ്റ് ആൻഡ് സെക്ഷൻ ഹെഡ് ഓഫ് അഡ്രീൻ, ഹൈദരാബാദ് എന്നീ പദവികളും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമസ്കാരം. 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 നമസ്കാരം പറയുമ്പോൾ തിരിച്ച് നമസ്കാരം പറയുക എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം. ഞാൻ നന്ദി പറയാൻ എവിടെ എനിക്ക് പതിപ്പിച്ചു തന്ന എന്തൊരു സാധനം. എൻ്റെ അടുത്ത സുഹൃത്താണ് ഭാസ്കരൻ. അവനുണ്ടോ ഇവിടെ? നിന്നെയാണ് ഞാൻ കൊല്ലേണ്ടത്. ഇവിടെ വലിയ നേതാവൊക്കെയാണ്, സെക്രട്ടറിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അക്കാഡമിക്സിൽ വർക്ക് ചെയ്തിട്ട് 10,000-ലധികം സ്റ്റേജുകളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എന്നെ ആ പഹയം വിളിച്ചിട്ടില്ല. അവിടെ ആദ്യമായിട്ടാണ് ബോംബെയിൽ ഒരു മലയാളം പ്രോഗ്രാമിന് ഞാൻ വരുന്നത്. ലോകത്തിലാകെ ഇന്ത്യൻ ഓഷ്യൻ കഴിഞ്ഞ് പസഫിക് ഓഷ്യൻ തുടങ്ങുന്ന സ്ഥലത്ത് പോലും രാമായണം പഠിപ്പിക്കാൻ പോയിട്ടുള്ള ആളാണ് ഞാൻ. ഫിജി എന്ന് പറയുന്ന ഐലൻഡിൽ ബോംബെയിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ മലയാളികളുടെ പരിപാടിക്കല്ല. പക്ഷെ ഇദ്ദേഹവും ഞാനും അല്ലേ, ഞങ്ങൾ ഒരേ മീറ്റിങ്ങിൽ 2009 ആഗോള നായർ സമിതി തുടങ്ങുമ്പോൾ ബോംബെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നിട്ട് ഞാനതിൻ്റെ ആഗോള വൈസ് ചെയർമാനായിരുന്നു. ആനന്ദബോസും ഞാനും ഒക്കെയാണ് ആദ്യത്തെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. ഞങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ചില സംഭവങ്ങളൊക്കെയാണ് ആഗോള നായർ സമിതിയൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. ആ സമയത്ത് ഭിലായി, കൽക്കട്ട, പല സ്ഥലത്തും യാത്ര ചെയ്യുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം ഓണമാണോ അല്ല നായർ സേവാ സമിതി എന്നാണ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും ഗതി കേട്ടോ നായർ സമിതി വെൽഫെയർ പരിപാടി നടത്താൻ ആണോ? ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വലിയൊരു ദിവസമാണ്. ദേവി സങ്കല്പത്തെക്കുറിച്ച് ഡോക്ടർ TPS ദേവി എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുക. കുറേ വീഡിയോസ് ഉണ്ട്. ദേവി സങ്കല്പത്തിലെ 10 ദിവസത്തെ ദശമി എന്നാണ് പറയുക. നവരാത്രി, 9 രാത്രിയും 10 ദിവസങ്ങളും. കഴിഞ്ഞ വർഷമൊക്കെ ഹിന്ദുയിസം മലയാളം ചാനലിൽ ഓരോ ദിവസവും ഓരോ ദേവീ സങ്കല്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളായിരുന്നു.
അതിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ നിറമാണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൻ്റെയും ഊഷ്മളതയുടെയും ആത്മീയതയുടെയും അതുപോലെ തന്നെ ചൈതന്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഒക്കെയാണ്. ഞാൻ ഇങ്ങനെയൊന്നല്ല പറയാൻ വിചാരിച്ചത്. നമ്മുടെ അഡ്വക്കേറ്റ് ഇവിടെ പറഞ്ഞു തുടങ്ങിയപ്പോൾ രാജസിക, താമസിക, സാത്വിക സ്വഭാവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ചില രൂപഭാവങ്ങൾ രാമായണത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം. സീത സാത്വിക ആയിരുന്നു, പക്ഷേ രാജസിക സ്വഭാവം കുറച്ച് കൂടുതലാണ്. കാരണം രാജാവിൻ്റെ മകളാണ്. വെറും സാത്വികയാവാൻ സാധിക്കില്ല. ഈ നായന്മാർക്കും, ഞാൻ നമ്പ്യാരാണ്, തളിപ്പറമ്പിൽ നിന്നും ഒരു 20 കിലോമീറ്റർ ദൂരെ തൃച്ചംബരം ക്ഷേത്രവും രാജരാജേശ്വര ക്ഷേത്രവും പരിചയമുള്ളവരായിരിക്കും നിങ്ങളൊക്കെ. അവിടെ നിന്നും ഒരു 20-25 കിലോമീറ്റർ പോയാലുള്ള കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലവും ഞങ്ങളുടേതായിരുന്നു. പണ്ടത്തെ ജന്മിയാണ്. അപ്പോൾ 5 ലക്ഷം ഏക്കറയോളം സ്ഥലം അമ്മയുടെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആലക്കോട് തമ്പുരാൻ കാട് കയറി വന്ന് ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് വന്നപ്പോൾ ഞാനും എൻ്റെ മുത്തശ്ശനും ആലക്കോട് രാജാവും തമ്മിൽ കേസ് പറഞ്ഞിട്ടൊക്കെയാണ്. അവസാനം എൻ്റെ മുത്തശ്ശൻ ജയിച്ചപ്പോൾ എന്നാൽ താൻ എടുത്തോളൂ എന്ന് പറഞ്ഞു വിട്ടുകൊടുത്തു. ആ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പഴയ ഒരു സ്കൂളുണ്ട് ഞങ്ങളുടെ പേരിൽ, ഞങ്ങളുടേതാണ്. ഇന്നലെ ഞാനും ചേട്ടനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയായിരുന്നു, നാടിൻ്റെ ചരിത്രം പറയാൻ വേണ്ടി, എൻ്റെ നാട് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഇല്ലേ? ഉണ്ടോ? നടുവിൽ എന്നാണ് എൻ്റെ നാട്ടിൻ്റെ പേര്. അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെല്ലുന്നതാണ് എല്ലാ ദിവസവും. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി. ആ നടുവിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെയൊക്കെ ധാരണ പാലക്കാടുള്ളവരൊക്കെ നരകാവാരീതി പാലക്കാട്, ഞാൻ ഒറ്റപ്പാലത്തുള്ളവർ നരകാവാരീതി ഒറ്റപ്പാലം ചൊല്ലുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് അടുത്ത ലൈൻ നല്ലപോലെ ചൊല്ലി, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണമെന്ന്. അങ്ങനെയാണ് നടുവിൽ വിട്ട് ഞാൻ പുറത്തു പോയത്. പിന്നെ കുറേ പഠിച്ചവന്മാരെ വിളിച്ചിട്ടാണ് അവസാനം അടുത്ത കാലത്ത് 2013 ആ ഭാഗത്തുള്ള ഏറ്റവും പഴയ തറവാടിപ്പം എൻ്റെ കയ്യിലാണ്. അതൊരു ഹെർമിറ്റേജാണ്. ആർക്ക് വേണമെങ്കിലും പോയി താമസിക്കാവുന്ന, ഒരു 19 പേർക്ക് കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാറുള്ള, ഒരു സത്സംഗം നടത്താറുള്ള സ്ഥലം. ചെയ്യുന്നത് ഭാരതീയമായ സംസ്കൃതിയും ഭാരതീയമായ പാരമ്പര്യവും ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് നശിച്ചു പോയിട്ടുള്ളത് അതാണ്. ഇന്ന് കുറേ പാട്ടുകളും നല്ല രസകരമായ കലാപരിപാടികൾ, എല്ലാവർക്കും വലിയൊരു കയ്യടി. ആ കൊച്ചു മകളുടെയൊക്കെ പാട്ട് കേട്ടപ്പോൾ അസൽ ത്രില്ലിംഗ് ആയിരുന്നു. പക്ഷേ എത്ര പേർക്ക് അതിൽ ഓരോ ഭാവങ്ങളുടെയും അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് ചോദിച്ചാൽ, പല പാട്ടുകളും തെലുങ്കാണ്. ഞാൻ തെലുങ്ക് നാട്ടിലായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൽ പല വള്ളംകളിയുടെ പാട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചൊല്ലിയിട്ട് ഇല്ലേ, തിരുവാതിരക്ക് എങ്ങനെയാവോ വള്ളംകളി പാട്ട് കളിക്കുക? അല്ല, കൈകൊട്ടി കളിക്കുകയാണെങ്കിൽ കളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് തെലുങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ഞാൻ. ഇതേപോലൊരു ഓണം പ്രോഗ്രാം 2003 22 വർഷം മുമ്പ് ഹൈദരാബാദിൽ നടത്തിയപ്പോൾ ആലപ്പുഴയിൽ നിന്നും 3 വള്ളങ്ങൾ കൊണ്ടുപോയിട്ട് ഹൈദരാബാദിൽ ബോട്ട് റേസ് നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മുടെ വള്ളംകളി, ആലപ്പുഴക്കാരുടെ വള്ളംകളി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തെലുങ്കിലാക്കി. കുട്ടനാടൻ പുഞ്ചയിലെ ചിന്നമ്മായി മഞ്ചിവാളി കൊട്ടുപാട്ടു കാവാലണ്ടി ആട്ടമൈന എന്നാണ് തെലുങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ പാടിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ പാരമ്പര്യം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ഭാവവും മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം. അസലായിട്ട് പാടി. രവീന്ദ്രൻ മാഷുടെ പാട്ട് ആരാ പാടിയ കുട്ടിയുടെ? രവീന്ദ്രൻ മാഷുടെ പാട്ട് പാടിയ ഒരു കുട്ടിയുണ്ടല്ലോ, എന്ത് അസലായിട്ടാണ് പാടിയെന്നറിയോ? ഞാൻ ഉടനെ എൻ്റെ ചാൻസലർക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ ബോംബെയിൽ ഒരു കുട്ടിക്ക് PG ഡിപ്ലോമ ഇൻ മ്യൂസിക് ഫ്രം ആദിശങ്കര യൂണിവേഴ്സിറ്റി കൊടുക്കാൻ പോവാണെന്ന്. എവിടെയാ കുട്ടി?
ഞാൻ വൈസ് ചാൻസലറാണ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ ചെറിയൊരു റിസർച്ച് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സംഭാവന തുടങ്ങുന്നുണ്ട് ഞാനവിടെ. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല പാട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ യേശുദാസ് എന്നൊക്കെ പറയും. പക്ഷെ കേരളത്തിന് വെളിയിൽ SP ബാലസുബ്രഹ്മണ്യം എന്നാണ് പറയുക. SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നാട്ടിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ SP ബാലസുബ്രഹ്മണ്യം മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം അടിച്ചു നോക്കിയാൽ തെലുങ്കിൽ ആങ്കർ ചെയ്യുന്ന സുമയെ കാണാം, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ. ആ സുമ മലയാളി പെൺകുട്ടിയാണ്. എന്ത് അസലായിട്ടാ തെലുങ്ക് പറയാൻ അറിയോ? സുമയുടെ അച്ഛൻ കുട്ടിയും ഞാനും ഒക്കെ കൈരളി സമാജത്തിൻ്റെ അദ്ദേഹം സെക്രട്ടറി ആകുമ്പോൾ ഞാൻ കൾച്ചറൽ സെക്രട്ടറി ആയിരുന്നു. സുമ ചെറിയ കുട്ടിയാണ്. അങ്ങനെ 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ച് I'm moved by your song. I don't know your qualification, but I presume that if you have some interest in music, come. I have started a school of music. ഓമനക്കുട്ടി ടീച്ചറുടെ അഡ്വൈസറി ബോർഡായിട്ടുള്ള ഒരു അസോസിയേഷൻ്റെ നാഷണൽ ചെയർമാനാണ് ഞാൻ. അവരുടെ സ്റ്റുഡൻറ്റ് രശ്മി അമേരിക്കയിലാണ്. കണ്ണൂരുള്ള സുമ ഡോക്ടറേറ്റ് ഇൻ PhD ഇൻ മ്യൂസിക്കാണ്. സോ കണ്ണൂരിലെ സുമയെ ഞാൻ ഫാക്കൽറ്റി ആയിട്ട് എടുക്കാൻ പോവാണ്. ഐ വിൽ റെക്കഗ്നൈസ് ആസ് എ PhD ഗൈഡായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഡു PhD അണ്ടർ ഹെർ. ഓക്കെ. അപ്പോൾ കുറേ കലാകാരന്മാരുടെ കൂട്ടത്തിലൊക്കെ ജീവിക്കാനും പഠിക്കാനും ഒക്കെ സാഹചര്യം നേടുന്ന ഇതേപോലെയുള്ള സംഘടനകൾ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി ചൊല്ലുമ്പോണ്ടാവുന്നൊരു സുഖം അത് വളരെ വലുതാണ്. നമ്മുടെ പല സങ്കല്പങ്ങൾക്കും ഇന്നീ തിരി കൊളുത്തുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക? വിളക്ക് കത്തിക്കുക. തെറ്റാ. വിളക്കല്ല കത്തിക്കുന്നത്. വിളക്കെന്ന് പറഞ്ഞാൽ വിളക്കാണ്. അതിൽ കൊളുത്തുന്നത് തിരിയാണ്. അതിനു പോലും ശാസ്ത്രമുണ്ട്. ഏകവർത്യം മഹാവ്യാധി, ദ്വിവർത്തിസ്തു മഹദ്ധനം, ത്രിവർത്യം മോഹമാലസ്യം, ചതുർവർത്യം ദരിദ്രത, പഞ്ചവർത്തിസ്തു ഭദ്രം സ്യാൽ, ദ്വിവർത്യം സുശോഭനം എന്നാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കൃത്യമായി അറിയാതെ ചെയ്യുന്നതാണ്. എൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട്. എനിക്കാകെ തരാൻ പറ്റുന്നത് വിദ്യയും അറിവ് 10-40 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലൊരു പുസ്തകം ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിനകത്തൊരു ചെറിയൊരു ലൈനുണ്ട്. മാവേലി അല്ല മഹാബലി എന്നാണ്. നമ്മളൊക്കെ പാടുന്നത് മാവേലി, അതെ, മഹാബലി നാടുവാണിടുന്ന ഏതെങ്കിലും കവി എഴുതിയിട്ടുണ്ടോ? അപ്പം മാവേലി അല്ല മഹാബലി എന്ന് മനസ്സിലായില്ലേ? 2, മഹാബലി പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. മാവേലി എന്നൊരു വ്യക്തി പുരാണത്തിലില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ അതിനകത്ത് അവസാനം സ്റ്റഡി എഴുതിയിട്ടുള്ള അകവൂർ നാരായണൻ നമ്പൂതിരി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലിറ്ററേച്ചറിൻ്റെ അധിപനാണ്. നിങ്ങളൊക്കെ ഇടുന്ന ഈ കഥകളിയുടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കഥകളി രസായനം. അങ്ങനെ ഒരു പുസ്തകമേ ഉള്ളൂ, കഥകളി രസായനമാക്കി എഴുതിയിട്ടുള്ള പുസ്തകം. അത് അകവൂറിൻ്റെയാണ്, പ്രൊഫസർ അകവൂറിൻ്റെ. അദ്ദേഹം അവസാനമായി വായിച്ച പുസ്തകമാണ് ഈ പുസ്തകം. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പേടിക്കണ്ട കേട്ടോ, കുറേ പേര് വായിച്ചിട്ടുണ്ട്, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് തീരെ വയ്യാത്ത കാലത്താണ് അദ്ദേഹം അത് റിലീസ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു കൺസെപ്റ്റ് നല്ല കൺസെപ്റ്റാണ്, അത് പൊളിയാണ്. നമ്മൾ പൊളി എന്നാണല്ലോ പറയുക. ആരോ പറഞ്ഞു, എന്താണ് പാട്ട് എന്തായിന്നാ പറയുക? അടിപൊളി എന്നാണ്. ഞാനും അടിപൊളിയല്ല, എൻ്റെ ഇനീഷ്യൽ TP എന്നാണ്. എൻ്റെ പേര് തല്ലിപ്പൊളി എന്നാണ്. ആ തല്ലാണ് കുറേ കാലം കഴിയുമ്പോൾ എന്തായി മാറുന്നത്? അടിയായി മാറുന്നത്. മലയാളത്തിൻ്റെ ഒരു വികൃതി ആലോചിച്ച് നോക്കണം. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ മോശവും, തല്ല് എന്നതിൻ്റെ വാക്കിന് അടി എന്ന് പേരിട്ടാൽ അടിപൊളിയായ നല്ലതും. ഇങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഷ ലോകത്ത് എവിടെ ഉണ്ടാവില്ല.
ഈ പരിപാടി ആകെ കൊളാക്കുന്ന പറയുക. എന്താക്കും? കൊളാക്കോ? ഇല്ല, കൊളാക്കില്ല എന്നാ പറയണേ. കുളം ശുദ്ധമാക്കുന്ന സ്ഥലമാണ് ഈ പരിപാടി. കുളമായി എന്ന് പറഞ്ഞ അർത്ഥം ഇവിടുന്ന് പോകുന്നവരൊക്കെ ശുദ്ധമായി പോയി എന്നാണ്. മനസ്സിലായോ? അപ്പോൾ പലപ്പോഴും ഈ ഇരിക്കുന്നവരിൽ ഞാനാണ് ചെറ്റ എന്ന് പറഞ്ഞാൽ എന്ത്, ഇതൊക്കെ നരച്ചത് കൊണ്ട് ചെറ്റയാവാൻ പാടില്ല എന്നുണ്ടോ? ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. ഞാനൊക്കെ 60 ഉള്ളൂ, ഇവരൊക്കെ 60-ൽ കൂടുതൽ കിലോ തൂങ്ങുന്നവരാണ്. അപ്പോൾ ചെറ്റപ്പുര എന്ന് പറഞ്ഞാൽ ചെറിയ പുര എന്നാണ്. അപ്പോൾ ചെറ്റപ്പുര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറിയ പുര. അതിലിപ്പോൾ എന്താ കുഴപ്പം? അപ്പം നമ്മൾ പലപ്പോഴും മലയാളികൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ട് അറിയില്ല എന്നാണ്. കുഞ്ഞുണ്ണി മാഷ് അർത്ഥം നന്നായിട്ട് അറിഞ്ഞ് സംസാരിച്ച ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. നിങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷുടെ കവിതകൾ ചൊല്ലിയിട്ട് വേണം എന്നെ സ്വീകരിക്കാനെന്നാണ്. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് പണിഷ്മെൻ്റ് ആവട്ടെ വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ അസ്സലായിട്ട് ചൊല്ലി. പഠിക്കാൻ സാധിക്കുമ്പോൾ ചെറിയ മക്കളെയൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാനുള്ള കവിതകളും ആ കഥകളുമൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. ഇപ്പം ഇന്നത്തെ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ആ ഒരു 13 കഴിഞ്ഞാൽ ടീനാണല്ലോ, 13, 14, 15, 19 വരെ ടീനാണ്. ആ ടീനിൽ താഴെ ഇരിക്കുന്നവരൊക്കെ ചൊല്ലിയിട്ടുള്ളത് ഒരർത്ഥമില്ലാത്ത പാട്ടുകളാണ്. ഡാൻസ് കളിച്ച ഒന്നും അർത്ഥമില്ലാത്തതാണ്. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അമ്മക്ക് മക്കളോട് സംസാരിക്കാൻ പറ്റാത്ത വാക്കുകളടക്കമാണ് ആ ലിറിക്സിലുള്ളത്. നിങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ട്. ഓക്കെ. ഗ്രന്ഥം 3 പകർത്തിയിടിൽ മുഹൂർത്തം മൂത്രമായിടും എന്നൊരു മലയാളം ചൊല്ലുണ്ട്. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ കഥകളും അതിൻ്റെ രൂപങ്ങളൊക്കെ മാറിപ്പോകും. അപ്പോൾ കൃത്യമായിട്ട് അറിയാനും പഠിക്കാനും ഉള്ള ഒരു വേദിയായി മാറണം സമൂഹങ്ങളും സംഘടനകളും. അതല്ലാതെ ചർവണം വെറുതെ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നാൽ അത് ആചാരമാവില്ല. ആചാരം എന്ന് പറയുന്നത് യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തതേ എന്നാണ് ഗീതയിൽ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ആളും ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ആ രൂപത്തിലേക്ക്, ആ ഭാവത്തിലേക്ക് ആചാര്യന്മാരായിട്ട് മാറാൻ സാധിക്കും. ആചരണമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇന്നില്ലാത്തത്, ഇപ്പം ഈ മാവേലി ഇന്ന് ഇപ്പം അത്ര കുടവയറൊന്നും ഇല്ലാത്ത ഒരാളായത് വലിയ സന്തോഷമുണ്ട്. കാരണം ആരാണോ പറഞ്ഞത് മഹാബലിക്ക് കുടവയറുണ്ടെന്ന്, ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ 2 വർഷം മുമ്പ് അമേരിക്കയിൽ ഇൻഡ്യാനാപോലിസിലായിരുന്നു ഓണത്തിൻ്റെ ഗസ്റ്റായിട്ട് പോയത്. അവർക്ക് പോലും അറിയില്ല എവിടെയാണ് മഹാബലിയെ ചവിട്ടിത്താത്തിയത്. എവിടത്തേക്ക് അയച്ചു എന്നാണ് പറഞ്ഞത്? സുരതലം എന്ന സ്ഥലമാണ്, പാതാളല്ല. ആ സുരതലം എന്ന് പറയുന്നത് അമേരിക്കയാണ്. സുരാതലം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമേരിക്കക്കാർ ഭാഗ്യവാന്മാരാണ്, നിങ്ങളെയൊക്കെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തു. കൊല്ലത്തിൽ 1 വർഷം മാത്രമേ അവർ വരാറുള്ളൂ. സത്യല്ലേ? അപ്പം അങ്ങനെ വരുന്നവർ പണ്ടേ കണ്ട് കഥയുണ്ടാക്കിയിരിക്കുകയാണ്. കുറേ തലങ്ങളുണ്ട്. അത് ഭൂമിക്ക് താഴെ മാത്രമല്ല, മുകളിലും. ആ വഹപ്രവഹ ഉദ്വഹസ്തത പരിപൂർവകൗ വഹൗ, അങ്ങനെയാണ് പ്രതലങ്ങളൊക്കെ പറയുക. അങ്ങനെ താഴത്തോട്ടും പ്രതലങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ആൾക്കാർക്ക് വ്യത്യസ്തമായ പൊസിഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ശരിയാണെങ്കിൽ, നമ്മളൊക്കെ കേരളക്കാരാണല്ലോ, കേരളം ഉണ്ടാക്കിയതാരാ? പരശുരാമൻ. അപ്പോൾ വാമനൻ എങ്ങനെയാണ്? പരശുരാമന് ശേഷമാണോ പരശുരാമന് മുമ്പാണോ? എപ്പോഴാ? അപ്പോൾ വാമൻ എങ്ങനെയാണ് കേരളത്തിൽ വന്നിട്ട് ഇല്ലാത്തൊരു കേരളത്തിലെ ഒരു രാജാവിനെ ചവിട്ടിത്താഴ്ത്തുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരില്ല. അതാണ് നമ്മുടെ കുഴപ്പം, ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ മഹാബലിപുരത്താവണം മഹാബലി ഉണ്ടായിട്ടുണ്ടാവുക. മഹാബലിപുരം എവിടെയാ? കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. അപ്പം ഓണം ആരുടെയാ? തമിഴ്നാട്ടുകാരുടെയാണ്. നമ്മളൊക്കെ ഈ ഓണം തമിഴ്നാട്ടുകാരുടെയാണ്. കാരണം ഉണ്ണുന്ന പച്ചക്കറിയൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് വരണതേ, അല്ലേ? അപ്പം പലപ്പോഴും നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കും, ശരിക്ക് ശാപ്പാട്
അവർ വിറ്റിട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് അവരാഘോഷിക്കും. ഇതാണ് സ്ഥിതി. നമ്മുടെ ലോകം പലപ്പോഴും നമ്മൾ കോപ്പി മാത്രമായി മാറിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥവും ഭാവവും മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു ശ്രമം, അതിലുള്ള ഒരു ഉണർവ്, അതിനുള്ളൊരു ഭാവം നമുക്കൊക്കെ ഉണ്ടാവണം. മലയാള ഭാഷ മരിക്കാൻ പോവുകയാണ്. കുറേ കാലം കഴിയുമ്പോൾ മലയാളം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാണ്ടാവും. കേരള നാട്ടിൽ 25% വീടുകൾ ഇപ്പം തന്നെ കാലിയാണ്, പൂട്ടിക്കെട്ടിയിരിക്കുക. ഒരു 2050 ആകുമ്പോഴത്തേക്കും 50%-ലധികം മലയാളികൾ അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. 25ാം വാർഷികം ഡൽഹി നായർ സമിതി ആഘോഷിക്കുന്ന സമയത്ത് അന്ന് ലീലാ ദീക്ഷിത്തും നമ്മുടെ ശശി തരൂരും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു ഒരേ വേദിയിൽ. അന്ന് ഞാൻ പറഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞ് ഡൽഹിയിൽ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ വരും, ഞാൻ ജീവിച്ചിരിക്കും അത്രയും കാലം, ഗ്യാരണ്ടീഡാണ്. 5-6 വർഷം മരിച്ചാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴൊന്നും ചാവാൻ പോകണില്ല എന്ന് എനിക്കറിയാം. 2059 നവംബർ 13 ഞാൻ മരിക്കുക. ഞാൻ നല്ലൊരു അസ്ട്രോളജറാണ്, ഇതുവരെ പറഞ്ഞ് തെറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരും 50ാം വാർഷികത്തിൻ്റെ ആഘോഷത്തിന്. പക്ഷെ അന്ന് മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഡൽഹിയിൽ. അവിടെ എല്ലാ മലയാള വിവാഹങ്ങളും മലയാളികളുടെ വിവാഹങ്ങളും നടക്കുന്നത് പഞ്ചാബികളുമായിട്ടാണ്. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ നായന്മാരുണ്ടാവില്ല, പഞ്ച് നായന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അബദ്ധവശാൽ 50ാം വാർഷികത്തിൽ അതിൻ്റെ അന്നുണ്ടായിരുന്ന ചെയർമാൻ ചത്താലേ എന്നെ വിളിക്കുള്ളൂ എന്ന് ഉറപ്പാണ്. കാരണം അയാളുടെ മകൾ കഴിച്ചതും പഞ്ചാബിയാണ്. ഞാനിത് അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പം നമ്മൾ ഈ വലിയ ഗമയൊക്കെ പറയും, പക്ഷേ നമ്മുടെ മക്കളെപ്പോലും നമ്മുടെ പാരമ്പര്യത്തിൽ വളർത്താൻ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം എന്താണ് ഈ പാരമ്പര്യം എന്ന് ആലോചിച്ചാൽ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി. സീഫൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഹൈദരാബാദിൽ. അവിടെ ഡിമ്രി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡിമ്രി എന്നാണ്. അദ്ദേഹത്തിൻ്റെ DNA പാറ്റേൺ തപ്പി നോക്കി, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തപ്പി നോക്കിയപ്പോൾ അദ്ദേഹം കാശ്മീരിൽ നിന്നാണ്. പിന്നെയും തപ്പി നോക്കിയപ്പോൾ കേരളത്തിൽ നമ്പൂരിയാണ്. ആ നമ്പൂരിയാണ് കാശ്മീരിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും സൗത്ത് ഇന്ത്യയിൽ എത്തിയപ്പോഴേക്കും ഡിമ്രി ആയത്. നമ്മുടെ കഥകൾ ഞാൻ പണ്ട് 2007-09 കാലഘട്ടത്തിൽ ആഗോള നായർ സമിതിയുടെ കുറേ ആക്ടിവിറ്റി നടത്തുമ്പോൾ നായർ ഡോക്ടർ TPS എന്നടിക്കുക. എൻ്റെ പേര് മറക്കരുത്, DRTPS എന്നാണ്. മറക്കോ? തല്ലിപ്പള്ളി ശശികുമാർ, ടോപ്പ് പോലീസ് സർവീസ്. ആ പണിയും ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ആ പണിയായിരുന്നു. അതിനു മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിലാവുന്ന സമയത്ത് TPS എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ പ്രഷർ സെക്കൻഡ് എന്നാണ് പറയാറ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലാവുമ്പോൾ ഞാൻ ടീച്ചേഴ്സ് പാരൻറ്റ് സ്റ്റുഡൻസ് ആണ്. ഇതാണ് എൻ്റെ പണി. അപ്പോൾ TPS ഡോക്ടർ TPS നായർ എന്ന് പഠിച്ചു നോക്കിയാൽ നായരുടെ കംപ്ലീറ്റ് ചരിത്രം ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ വകുപ്പിൽ പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എഴുതാൻ കാരണം ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ ആദ്യം എന്നെ പ്രഭാഷണത്തിന് വിളിച്ചത് നായന്മാരല്ല, ഒക്കെ വിളിച്ചത് SNDPക്കാരാണ്. കാരണം കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു അവരോട്. എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കോറോത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. ഇതുവരെ ഒരു NSS സ്കൂളിലും ഞാൻ കേരളത്തിൽ പോയിട്ടില്ല, അവർ വിളിക്കാറുമില്ല. ഓക്കെ, അത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ, കുഴപ്പമില്ല. ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, അത് മട്ടന്നൂരാണ്. അവിടെ എൻ്റെ ബ്രദറാണ് അവിടുത്തെ രജിസ്ട്രാർ ആയിരുന്ന കാലടി യൂണിവേഴ്സിറ്റിയിലെ രവി അവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്നെ വിളിച്ചതാണ്, അബദ്ധത്തിൽ പറ്റിയതാണ്. അപ്പം ഞാൻ പറയാറുണ്ട്, പണ്ട് ഞങ്ങൾ കണ്ണൂർക്കാരാണ്. കണ്ണൂർക്കാർ SNDPക്കാരെ വിളിക്കുന്ന പേരെന്താ അറിയോ? തീയന്മാരെന്നാണ്. എന്താണ്? തീയന്മാരാണ്. അപ്പോൾ പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ആ ജാതി ഏതാന്നാ ചോദ്യം. ഏതോ ഒരു ജാതിയാണല്ലോ, അതേത് ജാതിയാണെന്നൊരു ചോദ്യം ഉണ്ടായതാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഒരു മുസ്ലിം വന്നിട്ട് പറഞ്ഞു, ഞാൻ തീയനല്ല, പിന്നെ ഞാൻ എങ്ങനെയാ നിങ്ങളുടെ ജാതിയാവുക? ആണോ? മുഹമ്മദിയൻ തീയനാണോ അല്ലയോ? മാപ്പിള എന്താ വിളിക്കുക? മുഹമ്മദിയൻ എന്നല്ലേ വിളിക്കുക. അപ്പോൾ മുഹമ്മദിയൻ ആരാ? തീയനാ. അത് കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനി വന്നിട്ട് പറഞ്ഞു, ഞാൻ തീയനല്ലാന്ന്. എടോ താനും തീയനാ, ക്രിസ്തീയനാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു നായർ വന്ന് ചോദിച്ചത്, ഞാൻ തീയനല്ലല്ലോ എന്ന്. താനും തീയനാ, താൻ ഭാരതീയനാണെന്ന്.
അപ്പോൾ പലപ്പോഴും നമ്മുടെ പാരമ്പര്യം പഠിക്കുന്ന സമയത്ത് ഏറ്റവും മൂല്യവത്തായിട്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വർഗം എപ്പോഴും ഉണ്ടായിട്ടുള്ളത് നായന്മാരാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഭരണത്തിലെത്തിയിട്ടില്ലെങ്കിലും ഭരണത്തിൻ്റെ താഴെ നിന്നിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നവരൊക്കെ നായന്മാരാണ്. ആ ടി.കെ. നായരും പിള്ളയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമിതിയിലായിരുന്നു ഞാനും കുറച്ചു കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമുക്ക് പലപ്പോഴും ഏറ്റവും സമുന്നതമായ പൊസിഷനിൽ എത്തണമെങ്കിൽ ചിലപ്പോൾ കുറേ കൂടി ധൈര്യം വേണം. അതിന് താഴത്തെത്തിയിട്ട് ബാക്കിയുള്ളവരെ പുഷ് ചെയ്യാൻ നമ്മൾ നല്ല ധൈര്യമുള്ളവരാണ്. അബദ്ധം എന്തെങ്കിലും പറ്റിയ അയാൾക്ക് ഇരുന്നോട്ടെ വെച്ചിട്ട് ആ പൊതുവ് ഉണ്ടാവുന്ന സ്വഭാവത്തിൽ നിന്നും നല്ല പൊസിഷനിലേക്ക് മാറണമെങ്കിൽ ഒരു കാലത്ത് ഭരിച്ചിരുന്ന കുറേ IAS IPS ഉണ്ടായിരുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല പദവിയിലിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്ന നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അധികം ആളില്ല അവിടെ എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഉള്ളതൊക്കെ ബീഹാരികളാണ്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഞാനിപ്പോൾ തുടങ്ങാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഗ്രാജുവേഷൻ പ്ലസ് സിവിൽ സർവീസാണ്. ഇപ്പോൾ ഈ 10-20 കാലത്തിനിടയിൽ 10-18 കുട്ടികളെ സിവിൽ സർവീസിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ TPS സിവിൽ സർവീസ് ഒന്ന് അടിച്ചു നോക്കുക, IAS ഒന്ന് അടിച്ചു നോക്കുക. 2-3 പുസ്തകങ്ങൾ സിവിൽ സർവീസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കുട്ടികളെ. എൻ്റെ ഹൈദരാബാദിലെ വീടെന്ന് പറയുന്നത് IASന് പഠിക്കുന്ന കുട്ടികൾക്ക് താമസിക്കാനും പഠിക്കാനും ആവശ്യമുള്ള ലൈബ്രറി പുസ്തകമുള്ള ഒരു പുസ്തകമാണ്, ഒരു പുസ്തകാലയമാണ്. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇങ്ങനെ വിദ്യാഭ്യാസമായിട്ട് കുറേ കാലമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് നമ്മുടെ ഈ ജന്മത്തിലേക്ക് മനുഷ്യന്മാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു ശ്രമമാണ്. കാരണം ആകെ മനുഷ്യനുള്ള ഒരു ഗുണം അറിയാനും പകർന്നു കൊടുക്കാനും ഉള്ള കഴിവാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മനുഷ്യനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ്. കാരണം ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേഭിഹീന പശുഭി സമാന എന്നാണ്. അറിവില്ലെങ്കിൽ പശുവിന് തുല്യമാണ്. പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസം ഭേണി സാഹിത്യസ്യ രസം സാക്ഷാൽ ശങ്കരോ വേത്തി വാനഭ എന്നാണ്. ശങ്കരാഭരണം സിനിമയുടെ ആദ്യം ചൊല്ലുന്ന ശ്ലോകമാണ്. എല്ലാ മ്യൂസിക്കും ഡാൻസും ഒക്കെ മൃഗങ്ങൾക്ക് പോലും ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അറിയാനുള്ള കഴിവ്, അങ്ങനെ അറിവ് നേടാനുള്ള കഴിവുണ്ടാവുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് മാൻ മേക്കിംഗ് ഈസ് നോളജ്, നോളജ് ഈസ് മാൻ മേക്കിംഗ് എന്നാണ്. ആ കഴിവ് നമ്മൾക്ക് ഉണ്ടാവണം, അതുണ്ടാക്കിയെടുക്കണം. അതിനുള്ള കുറേ ശ്രമങ്ങൾ നടത്തുന്ന ഒരു സംഘടനയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അടുത്ത ജനറേഷൻസിലേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് പറഞ്ഞിട്ടുള്ള 1 മണിക്കൂർ പറയരുതെന്നാണ് അല്ലേ? എത്രയായിന്ന് ഞാൻ നോക്കിയിട്ടില്ല. സാധാരണ ക്ലോക്കൊക്കെ ഒക്കെ ഇത് വർക്ക് ചെയ്യണില്ല. പിന്നെ ഏകദേശം 10-25 മിനിറ്റ് 40 മിനിറ്റിനടുത്തായിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ. ആർക്കെങ്കിലും എന്തെങ്കിലും 2 ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ സൗകര്യമാണ്. കാരണം ഈ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിലും കേൾക്കാം. ഒരു 8000-ലധികം പ്രഭാഷണങ്ങൾ എൻ്റെ തന്നെ ഉണ്ട്. ഒരു 10-4000 ABC ചാനലും ഹിന്ദുയിസം ചാനലൊക്കെ ഇടാറുണ്ട്. ഏതെങ്കിലും ഒരു 2 ചോദ്യങ്ങൾ. ഞാൻ ചോദിച്ചത് സാറേ, സംസ്കൃത ഭാഷയെ നമുക്ക് ഏത് രീതിയിൽ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും? കാരണം ഇപ്പം തന്നെ നമ്മൾ പ്രസംഗം കേട്ടപ്പോൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ സംസ്കൃത ഭാഷ അറിയാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷൻ കുട്ടികൾക്ക് പല കാര്യങ്ങളും നമ്മുടെ സംസ്കാരം എന്താണെന്നും, ഇപ്പോൾ സാറ് പറഞ്ഞ പല കാര്യങ്ങളുണ്ടല്ലോ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി എന്നൊരു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്കിപ്പം ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ലെവലിൽ മുതൽ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. തിരുപ്പതി യൂണിവേഴ്സിറ്റി ഒഴികെ ഇന്ത്യയിലുള്ള സംസ്കൃതം MA PhD അടക്കം ചെയ്യുന്ന ആൾക്കാർ ഇംഗ്ലീഷിലും അവരുടെ മദർ ടങ്ങിലുമാണ് സംസ്കൃതം PhD തീസിസ് പോലും എഴുതുന്നത്. സംസ്കൃത ഭാഷ ലാംഗ്വേജ്, നമ്മൾ എഴുതുന്ന പുസ്തകങ്ങളൊക്കെ ലിറ്ററേച്ചറാണ്. ഇത് ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചർ വായിച്ച് പഠിക്കാൻ സംസ്കൃതം ലിറ്ററേച്ചർ പഠിച്ചാൽ മതി. അതറിയുന്ന പലരും ഉണ്ട്. പക്ഷെ ഭാഷ ആയിട്ട് സംസ്കൃതം ഭാരതത്തിൽ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചാൽ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഭഗവത്ഗീത പഠിച്ച് ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യം ഭഗവത്ഗീത പഠിപ്പിച്ചു. യോഗ കമ്മ്യൂണിറ്റി യുണൈറ്റഡ് നേഷൻസിൽ അഡ്വൈസറി ബോർഡാണ്. അപ്പോൾ കോവിഡ് കാലത്ത് ഭാഷ അറിയാത്ത, സംസ്കൃതം അറിയാത്ത ഒരു 20 രാജ്യങ്ങളിലെ ആൾക്കാരെൻ്റെ ഭഗവത്ഗീത ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം
അതിൻ്റെ ന്യായം മനസ്സിലാക്കാനും ഫിലോസഫി മനസ്സിലാക്കാനും ഭാഷ അറിയണമെന്നില്ല, ലിറ്ററേച്ചർ അറിഞ്ഞാൽ മതി. അപ്പോൾ സംസ്കൃത ഭാഷയാണോ വേണ്ടത്, ലിറ്ററേച്ചർ ആണോ എന്ന് ചോദിച്ചാൽ ലിറ്ററേച്ചറാണ് വേണ്ടത്. ഇപ്പോൾ ആദിശങ്കര യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളിപ്പോൾ ഫിലോസഫിയും മ്യൂസിക്കും ഡാൻസും കുറേ ഭാഷകൾ ഒഴികെ ലിറ്ററേച്ചറായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാഷയായിട്ട് ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ ബേസിക്കലി എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഭാഷ അറിയണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവണം. അതില്ലാതെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ആ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. സംസ്കൃതത്തിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്. വളരെ എളുപ്പമാണ് ഇംഗ്ലീഷും. ഇപ്പം എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളും നമുക്ക് എളുപ്പം പഠിക്കാം. നിങ്ങൾക്ക് തെലുങ്കും തമിഴും കന്നഡയും എല്ലാം പഠിക്കാം. അത് വളരെ അടുത്തടുത്തുള്ള വാക്കുകളാണ്. അവിടെ ഇവിടെ ഇവിടെ അങ്കെ ഇങ്കെ എങ്കെ അല്ലി ഇല്ലി അല്ലി അക്കടെ ഇക്കടെ എക്കടെ ഇതർ ഉദർ കിതർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഭാഷ ഒരേപോലെ പറ്റും. സംസ്കൃതം അവിടെ പെടില്ല, അതാണ് കുഴപ്പം. അപ്പം അത്ര എളുപ്പമല്ല. അപ്പം അത് പഠിച്ചാൽ എനിക്ക് കാശുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കിട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ടൈം പാസും പാഷനൊക്കെ ആയിട്ട് കുറേ പേര് പഠിക്കേണ്ടെന്ന് മാത്രം. ഇത്രയൊക്കെ ഉണ്ടാവും. യാ, എനിബഡി എൽസ്? ആരെങ്കിലും? അല്ലെങ്കിൽ നന്ദി, നമസ്കാരം. പഠിച്ചു പറഞ്ഞു, ഇനി 50 മരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസ്ട്രോളജി സത്യമാണോ? അതിൽ വിശ്വസിക്കാൻ പറ്റുമോ? അതോ ജനന സമയം കറക്റ്റാണെങ്കിൽ മാത്രം ഇറ്റ്സ് ഓൺലി മാത്തമാറ്റിക്സ്? ഈ അസ്ട്രോളജിയെ പറ്റി സാറിൻ്റെ അഭിപ്രായം? ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പല ഇൻ്റർവ്യൂകളിലും. അസ്ട്രോളജി എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള നല്ലൊരു സയൻസാണ്. പക്ഷേ അസ്ട്രോളജേഴ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല. സംഭവം മനസ്സിലായില്ലേ? കാരണം മിനിമം മാത്തമാറ്റിക്സ് കുറച്ചെങ്കിലും അറിഞ്ഞാലേ അസ്ട്രോളജി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് മാത്തമാറ്റിക്സ് ഒന്നും അറിയാത്തവരാണ് പലപ്പോഴും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. 18 വർഷം രാഹു ഉള്ള സമയത്ത്, ജനിച്ച സമയത്തിൽ നിന്ന് 20 മിനിറ്റ് അങ്ങടോ ഇങ്ങടോ പുലർച്ചെ മാറിയാൽ അതിനനുസരിച്ചിട്ട് എത്ര വർഷം ആ ദശ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അത് കണക്കൂട്ടാൻ പോലും പറ്റാത്തവരാണ് ചിലപ്പോൾ അസ്ട്രോളജിയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അസ്ട്രോളജി സയൻസാണ്, അസ്ട്രോളജേഴ്സ് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഞാൻ പയ്യന്നൂർ കേശവൻ ആചാര്യയുടെ കീഴിൽ വാസ്തുവും, നമ്മുടെ പയ്യന്നൂർ വളരെ പ്രസിദ്ധനായിട്ടുള്ള അസ്ട്രോളജർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ ആയിരുന്നു കുറച്ചൊക്കെ പഠിച്ചത്. അപ്പോൾ അതുണ്ടായിട്ട് കാര്യമില്ല. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അസ്ട്രോളജി. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ളൊരു ആവറേജ് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ശാസ്ത്രമാണ്. അതിനെ ഹോരശാസ്ത്രം എന്നാണ് പറയുക. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഹോരശാസ്ത്രം എന്നാണ്. ഹാ മുതൽ രാവരെ, ഒരു മനുഷ്യനെ കുറിച്ച് ഹാ മുതൽ രാവരെ അറിയുന്നതാണ്. പക്ഷെ അത് നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാറ് പോലെയാണ്. ആ കാർ ഓടിച്ചു പോകണമെങ്കിൽ നല്ല റോഡ് വേണം. അപ്പോൾ നമ്മുടെ സാഹചര്യമാണ് വാസ്തു എന്ന് പറയുന്നൊരു സയൻസ്. അപ്പോൾ നല്ല റോഡും നല്ല കാറും ഉണ്ടെന്ന് വിചാരിക്കാം, എനിക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിലോ? അപ്പോൾ അസ്ട്രോളജി കൊണ്ടും കാര്യമില്ല, കാറ് കൊണ്ടും കാര്യമില്ല, വാസ്തു കൊണ്ടും കാര്യമില്ല, റോഡ് കൊണ്ടും കാര്യമില്ല. എന്താ വേണ്ടത്? ഓടിക്കാനുള്ള കഴിവാണ്. അപ്പോൾ നിങ്ങളുടെ ജന്മസമയം മോശമായാലും നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം മോശമായാലും നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ അറിയണമെങ്കിൽ കർമ്മമാണ് പ്രാധാന്യം. കലൗ കർത്തയുഗം കർമ്മസദായ കർത്തുമിഷ്ഠതി സ്വാമിദ്രോഹി ഇതം മത്വാ ഇതരാം ബാധതേ കലി എന്നാണ്. കലികാലത്തിൽ ഏറ്റവും അത്യാവശ്യം കർമ്മമാണ്. ആ കർമ്മം നന്നായാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് കർമ്മമാണ്. അതിനെ തരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അസ്ട്രോളജിയും വാസ്തുവും ഒന്നും ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അസ്ട്രോളജി ഈസ് എ സൈൻ ബോർഡ് എന്ന്. എങ്ങോട്ട് പോകണം എങ്ങോട്ട് തിരിക്കണം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സൈൻ ബോർഡാണ്. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഗുഡ് ഇനഫ്? ആർക്കെങ്കിലും ലാസ്റ്റ് ചോദ്യം? അല്ലെങ്കിൽ ടാറ്റ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.
ഹലോ സർ, ഞാൻ ചോദിക്കണത് ഒരേ ഒറ്റ ചോദ്യം. ഓണം കേരളത്തിൽ എങ്ങനെ വന്നു? ഓണം വന്നിട്ടുള്ളതിൻ്റെ കഥയും ചരിത്രമൊന്നും ആർക്കും അവൈലബിൾ അല്ല. ഒരു കാര്യം മാത്രം അറിയാം, നമ്മുടെ ഓണത്തിൽ 2 കഥാപാത്രങ്ങളാണ്. ആരാ? ഒന്ന് വാമനൻ, പിന്നെ മഹാബലി. ഞാൻ മഹാബലിയുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. വാമന ക്ഷേത്രം ഉള്ളത് എറണാകുളത്താണ്. ഞാൻ അവിടെ പഠിച്ചത്. അതിൻ്റെ തൊട്ടടുത്താണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ വാമനനെ കുറിച്ചുള്ള ആഘോഷങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും നടക്കാറ്. അപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെക്കുറിച്ചല്ല, ആരെക്കുറിച്ചാ? വാമനനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് കൃഷ്ണന് ആരാധനയും കൃഷ്ണൻ്റെ പാട്ടുകളും. എല്ലാ പാട്ടുകളും നോക്കിയാൽ അതിലൊക്കെ ഓണത്തിന് പ്രാധാന്യം വിഷ്ണുവിനാണ്. അപ്പോൾ ഓണം നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് മഹാബലിയുടെ ആഘോഷമാണെന്നാണ്. അല്ല, ഓണം ആരുടെ ആഘോഷമാണ്? വാമനൻ്റെ ആഘോഷമാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ എല്ലാം മാറി, പ്രശ്നങ്ങളൊക്കെ മാറി. അത്രയേ ഉള്ളൂ. പിന്നെ നല്ലൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് ഈഗോ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ അവിടുന്ന് പറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥ ആരോ എഴുതി ചേർത്തിട്ടുള്ള ഒരു കവിതയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ കഥ. അത് എഴുതിയിട്ടുള്ളത് 1900 ആദ്യ കാലഘട്ടങ്ങളിൽ. ഞാൻ ഏതോ ഒരു റെഫർ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടത്. ആ പാട്ട് എഴുതിയിട്ടുള്ളതൊന്നും നമ്മുടെ ഈ ഒരു 1000-ലധികം വർഷങ്ങൾ പഴക്കില്ല. ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത്തരം കഥാപാത്രങ്ങൾ. അത്രേ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. ഹലോ, സാറിവിടെ പറയുണ്ടായി ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ്. ആ ജാതി ഏതാണെന്നൊന്നും എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും അത് ഞാൻ തമാശക്ക് പറഞ്ഞതാ. അതിനേക്കാളും നല്ല തമാശ ഞാൻ പറയാം. അദ്ദേഹം മിക്കവാറും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ജാതി മരം കൊണ്ടുവരുമായിരുന്നു. അത് ഓരോരാൾക്കും കൊടുത്തു. അവസാനം ചോദിച്ചു, ഇനി ജാതി ചോദിക്കരുത്, ഒരു ജാതിത്തെ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നാണ്. മനുഷ്യജാതി എന്നതിന്റെ അർത്ഥം. അതെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മനുഷ്യജാതി എന്നാണ്. മനുഷ്യനും ഒരു ജാതിയാണ്. മനുഷ്യജാതി. അതെല്ലാ മനുഷ്യന്മാരും പറഞ്ഞിട്ടുള്ള, അയ്യസ്വാമികൾ പറഞ്ഞിട്ടുള്ള, ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുള്ള ഒരേ ജാതി മനുഷ്യജാതിയാണ്. ആ മനുഷ്യജാതി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മാത്രമല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം ഉണ്ടാക്കിയപ്പോഴുള്ള തമാശ അറിയോ? ഈഴവന്മാർക്ക് കയറാൻ പറ്റുന്ന ക്ഷേത്രം ഉണ്ടാക്കിയ സമയത്ത് അതിന് താഴെയുള്ളവർക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കമ്മിറ്റി. അത് പറഞ്ഞ സമയത്ത് കമ്മിറ്റി പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന്. അന്ന് കിടന്നുറങ്ങിയപ്പോൾ രാത്രി നല്ല മഴ പെയ്തു. മഴ പെയ്തപ്പോൾ നാരായണഗുരു പറഞ്ഞു 1 വർഷം കഴിഞ്ഞു, രാത്രി നല്ല മഴയായിരുന്നു, നാളെ കാലത്ത് മുതൽ ആൾക്കാരെ കയറ്റിക്കൊള്ളാന്ന്. അപ്പോൾ അസലായിട്ട് തമാശ പറയുന്ന ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇതെനിക്ക് അറിയാത്തത് കൊണ്ടല്ല, ഞാൻ പറഞ്ഞ ആ മനുഷ്യ ജന്മമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏറ്റവും നല്ല ജന്മം മനുഷ്യ ജന്മമാണ്. അത് അറിവുണ്ടാക്കാനാവണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞ, അതല്ലെങ്കിൽ മനുഷ്യരൂപേണ മൃഗശ്ചരന്തി, മനുഷ്യരൂപത്തിൽ പോകുന്ന മൃഗങ്ങളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ കാലികപ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഭാരതത്തിലും കേരളത്തിലും നടക്കുന്നുണ്ട്. ഒരു പുനർവിചിന്തനത്തിൻ്റെയും പുനർചിന്തയുടെയും ആവശ്യം നല്ലപോലെയുണ്ട്. മഹാഗുരുക്കന്മാരുടെയൊക്കെ സങ്കല്പങ്ങളുടെ വഴികളിലൂടെയൊക്കെ മനസ്സിലാക്കി പോകുന്ന ഒരു കാലം വന്നില്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം ഇല്ലാതെയാവും. അതില്ലാതിരിക്കണമെങ്കിൽ ഇത്തരം സമുദായങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. ഇതിൽ എന്നെ വിളിച്ചു വരുത്തിയ ഇവിടുത്തെ സംഘാടകർക്ക് വേണുവട്ടനും ബാക്കി ജനറൽ സെക്രട്ടറിമാർക്കും ഒക്കെ നന്ദി, നമസ്കാരം, സന്തോഷം. വളരെ നല്ലൊരു മാഗസിൻ. ഞാനിത് ഒരുവിധം വായിച്ചു കഴിഞ്ഞു. കുറേ നല്ല കഥകളും കവിതകളും ഒക്കെ ഉണ്ട്. ഇത് ഓരോന്നും എടുത്തു പറയണമെന്നൊക്കെയാണ് വിചാരിച്ചത്. അതിൻ്റെ കൂടെ സന്തോഷകരമായിട്ടുള്ള കുറേ അറിവ് നൽകുന്ന കുറേ സംഭവങ്ങൾ ഇവിടെയുണ്ട്. ആവശ്യത്തിലധികം ആക്ടിവിറ്റികൾ നടക്കുന്ന ഒരു സംഘടനയാണ് നായർ വെൽഫെയർ അസോസിയേഷൻ എന്ന് ഇതിനകത്തുള്ള ചില പിക്ചറുകളും ആക്ടിവിറ്റികളൊക്കെ കണ്ടറിയാം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഓണം എല്ലാ ദിവസവും ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാ ദിവസവും ഓണം ആവണം എന്നാണ്. അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. സന്തോഷവും സമ്പദ് സമൃദ്ധിയുമാണ് ഓണത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ജീവിതം സന്തോഷപ്രദമാവട്ടെ. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ടെലിഫോൺ നമ്പർ ഡോക്ടർ TPS നടിച്ചാൽ കിട്ടും. എല്ലാ വീഡിയോൻ്റെ താഴത്തും എൻ്റെ നമ്പറുണ്ട്. പലരും വിളിച്ചു ചോദിക്കാറുണ്ട്
അല്ലെങ്കിൽ ചോദിക്കും ഇതിന് ഉത്തരം തരുമോ എന്ന്. BSNL വർക്ക് ചെയ്യുന്നിടത്തോളം കാലം 1959 നവംബർ 13 വരെ എല്ലാത്തിനും ഉത്തരം ഞാൻ തരും. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഭാസ്കരനും നന്ദി.